ക്ലാസ് 10th എക്സലൻസീസ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഭയങ്കര തിരക്കിലായിരിക്കും അല്ലേ പഠനത്തിൻ്റെ? യെസ്, നന്നായി പഠിക്കുക. ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ മിസ് എന്ന് വന്നേക്കുന്നത് നിങ്ങളുടെ ആസിഡ്സ് ആൻഡ് ബേസസിൽ നിങ്ങൾ പി എച്ചിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ പി എച്ചിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നിങ്ങളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യും. രാവിലെ എണീറ്റ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുക ബ്രഷിങ് ആയിരിക്കും അല്ലേ? ബ്രഷിങ് ടീത്ത് അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ബ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് നിങ്ങളുടെ മൗത്തിൽ നടക്കുന്നത്? യെസ്, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അതായത് കെമിക്കൽ റിയാക്ഷൻ ഹാപ്പനിങ് ഇൻ യുവർ മൗത്ത് എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെയും രാത്രിയും നിങ്ങളുടെ മൗത്തിൽ എന്ത് നടക്കുന്നുണ്ട്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. അതായത് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ വി ഈറ്റ്. നിങ്ങൾ ഈ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ എന്താ നിങ്ങളുടെ മൗത്തിൽ നടക്കുന്നതെന്ന് ചിന്തിക്കാറുണ്ടോ? അതോ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നിങ്ങളങ്ങ് പോവാണല്ലേ? എല്ലാവരും അങ്ങനെ ആയിരിക്കും ചെയ്യുക. പക്ഷെ ഇനി നിങ്ങളൊന്ന് ചിന്തിക്കണം, എന്താണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൗത്തിൽ നടക്കുന്നതെന്ന്. നിങ്ങൾ നല്ല അടിപൊളി ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ബർഗർ, പിസ്സ ഇതൊക്കെ അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ചിലവരൊക്കെ നന്നായിട്ട് മൗത്ത് വാഷ് ചെയ്യും, ചിലവരൊക്കെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യും, ചിലവർ വാഷേ ചെയ്യത്തില്ല അല്ലേ? പക്ഷെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മൗത്ത് വാഷ് ചെയ്യാൻ വേണ്ടി ഓർക്കും. കാരണം എന്താണെന്നറിയോ മക്കളെ, നിങ്ങൾ ഈ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ മൗത്തിൽ എന്തുണ്ട്? ചെറിയ ചെറിയ ബാക്ടീരിയാസ് ഉണ്ട്. ഈ ബാക്ടീരിയാസിന് ഇഷ്ടമല്ല കേട്ടോ നിങ്ങളുടെ മൗത്തിൽ ഈ ഫുഡ് പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നറിയോ? പോയിട്ട് ഈ ഫുഡ് പാർട്ടിക്കിൾസിനെ ഡിക്കമ്പോസ് ചെയ്യാൻ, അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. നിങ്ങളുടെ മൗത്തിൽ ഈ പല്ലിൻ്റെ ഇടയ്ക്കൊക്കെ കയറിയിരിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ, ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാക്ടീരിയാസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ ബാക്ടീരിയാസ് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ആസിഡ് നിങ്ങളുടെ മൗത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആസിഡ് നിങ്ങളുടെ മൗത്ത് പ്രൊഡ്യൂസ് ചെയ്യും. ആസിഡ് പ്രൊഡ്യൂസ് ചെയ്താൽ ഈ ബാക്ടീരിയക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾ വാ കഴുകാതെ വായിൻ്റെ അകത്ത് കിടക്കുന്ന ഈ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ബാക്ടീരിയ എന്ത് ചെയ്യും? ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഏത് ആസിഡാണെന്നറിയോ? ഏത് ആസിഡാണ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? ഏത് ആസിഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ടിക് ആസിഡ്. ഓക്കെ, ഏത് ആസിഡാണ്? ലാക്ടിക് ആസിഡ്. മോസ്റ്റ്ലി ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുക ലാക്ടിക് ആസിഡ് പോലെയുള്ള ആസിഡുകളാണ് നിങ്ങളുടെ മൗത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പ്രൊഡ്യൂസ് ചെയ്തോട്ടെ, ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനിപ്പോൾ എന്താ, നല്ല കാര്യമല്ലേ, നിങ്ങളുടെ മൗത്തിൽ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഡിക്കമ്പോസ് ചെയ്യാനല്ലേ എന്ന്. പക്ഷെ അത് അത്ര നല്ല കാര്യമല്ല. കാരണം നമ്മുടെ മൗത്തിൽ ആസിഡിക് പി എച്ച്, നമ്മുടെ മൗത്തിൻ്റെ പി എച്ച് 5ൻ്റെ താഴെ പോയാൽ നിങ്ങൾക്ക് പണി കിട്ടും. ആസിഡിക് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പി എച്ച് താഴേക്ക് പോകാമെന്നാണല്ലേ? അപ്പോൾ ഒരു 5.5ൻ്റെ ഒക്കെ താഴേക്ക് പി എച്ച് പോകും ഈ ബാക്ടീരിയ നമ്മുടെ മൗത്തിൽ ആസിഡ്സ്, പല്ലിനിടയ്ക്കൊക്കെ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. അങ്ങനെ പി എച്ച് താഴെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ആസിഡ് നമ്മുടെ ടൂത്ത് ഇനാമലിനെ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മുടെ ടീത്തിനെ കൊറോഡ് ചെയ്യിപ്പിക്കും, കേടാക്കും. അത്രയേ ഉള്ളൂ. നിങ്ങൾ പറയില്ലേ പല്ല് വേദനയാ, പല്ല് കേടാന്നൊക്കെ പറയില്ലേ? അത് എന്തുകൊണ്ടാ? ഈ ആസിഡാണ് അതിന് കാരണം. ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡാണ് അതിൻ്റെ റൂട്ട് കോസ്. ഈ ആസിഡ് എന്ത് ചെയ്യും? നമ്മുടെ പല്ലിനെ ഡിസോൾവ് ചെയ്യും. പല്ലിൻ്റെ ഇനാമൽ കാര്യം ശരിയാണ്, ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഒക്കെയാണ് നമ്മുടെ ബോഡിയിലുള്ളത്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റ് ഒക്കെ കൊണ്ടാണ്. പക്ഷെ നമ്മുടെ ഈ ആസിഡിന് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇനാമലിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പല്ല് ഇങ്ങനെ കിടന്ന് കരയുന്നുണ്ടാവും, പക്ഷെ നമ്മളിത് വല്ലതും അറിയുന്നുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ നമ്മുടെ വർക്കിൽ എന്താണ് മുഴുകി ഇങ്ങനെ നടക്കുകയാണ്, ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് നടക്കുകയാണ്. പക്ഷേ ഈ ആസിഡ് എന്ത് ചെയ്യും? നമ്മുടെ മൗത്തിൻ്റെ പി എച്ച് താഴെ കൊണ്ടുപോകും. ആ ആസിഡ് നമ്മുടെ ടീത്ത് ഇനാമലിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഡിസോൾവ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ പല്ലിൽ ഇങ്ങനെ എന്ത് വരും? കേട് വരും. ആദ്യം സർഫസിൽ വരും, പിന്നെ അതിങ്ങനെ താഴേക്ക് ഇറങ്ങും. അപ്പോൾ ആദ്യം സർഫസിൽ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഫില്ല് ചെയ്താൽ മതി ഹോസ്പിറ്റലിൽ പോയിട്ടല്ലേ? ഫില്ലിങ് നടത്തുമല്ലേ? ഇനി അത് താഴേക്ക് വന്ന് ഭയങ്കര താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. ആൻഡ് റൂട്ട് കനാലും ചെയ്യാൻ പറ്റില്ലേ, പിന്നെ എടുത്തങ്ങ് കളയുക പല്ല് അല്ലേ? അപ്പോൾ എന്താണ്, ഇത്രയും പ്രശ്നത്തിലേക്ക് പോവണ്ട. എന്ത് ചെയ്താൽ മതി? പ്രോപ്പറായിട്ട് മൗത്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയ അവിടെ ഒന്നും ചെയ്യാതെ ഇരുന്നോളും. അപ്പോൾ അവിടെ ആസിഡ്സ് ഒന്നും പ്രൊഡ്യൂസ് ആകത്തില്ല. ഇനി മക്കളെ, നമുക്ക് അത്ര ഈസി അല്ല അല്ലേ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്ത് നടക്കുക. നമുക്ക് ഉറപ്പാണ് സ്റ്റിൽ നമ്മൾ എത്ര വാഷ് ചെയ്താലും ചെറുതായിട്ട് ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ വായിലുണ്ടാകും. അപ്പോൾ ആസിഡ്സ് ഉറപ്പായിട്ടും ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യും. അതിനാണ് രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യണം എന്ന് പറയുന്നത്. ബ്രഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ടൂത്ത് പേസ്റ്റ് ആണല്ലേ?
ടൂത്ത് പേസ്റ്റ് സ്ലൈറ്റ്ലി ബേസിക് ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ബേസിക് ആണ് ടൂത്ത് പേസ്റ്റ്, നമ്മുടെ വായിലുള്ളത് ആസിഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ ബേസിക് ടൂത്ത് പേസ്റ്റ് കൊണ്ട് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബേസ് പോയിട്ട് ആ ആസിഡിനെ അങ്ങ് ന്യൂട്രലൈസ് ചെയ്യും. ആസിഡും ബേസും റിയാക്ട് ചെയ്താൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. അവിടെ എന്ത് ഫോം ചെയ്യും? സോൾട്ടും വാട്ടറും ഫോം ചെയ്യും. അപ്പോൾ വായിൽ എന്ത് നടക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെയും രാത്രിയും? ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സോൾട്ടും വാട്ടറും ഫോം ചെയ്ത് കഴിഞ്ഞാൽ നോ പ്രോബ്ലം. ആ സോൾട്ടും വാട്ടറും സോൾട്ട് അത്ര ഹാം ചെയ്യില്ല, പക്ഷെ നമ്മളത് തുപ്പിക്കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്യും അല്ലേ വായ. അപ്പം എന്ത് ചെയ്യും? ആസിഡ് അങ്ങ് പോകും. നമ്മുടെ പല്ലിനെ ടൂത്ത് പേസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഏറ്റവും, ഇറ്റ് കണ്ടെയ്ൻസ് മൈൽഡ് ബേസസ്, എന്ത്? നമ്മുടെ ടൂത്ത് പേസ്റ്റ്. ആൻഡ് ദീസ് ബേസസ് വിൽ ന്യൂട്രലൈസസ് ദ ആസിഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാക്ടീരിയ. അങ്ങനെ നമ്മുടെ പണ്ട് നേരത്തെ കരഞ്ഞുകൊണ്ടിരുന്ന പല്ലിന് സന്തോഷമാകും. ഓക്കെ, മനസ്സിലായോ? അപ്പം ഇതാണ് ഏത് റിയാക്ഷനാണ് നടക്കുന്നത്? ദ ടൂത്ത് പേസ്റ്റ് കണ്ടെയ്നിങ് വാട്ട് ബേസ് അല്ലേ, ആ ബേസ് എന്ത് ചെയ്യും? ദ ആസിഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബാക്ടീരിയ ഇൻ ദ മൗത്ത്, അതിനെ ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് നമ്മുടെ മൗത്തിൽ നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ട്വൈസ് എ ഡേ നിങ്ങൾ ബ്രഷ് ചെയ്യുക. ആൻഡ് ഇറ്റ് വിൽ റിമൂവ് ദ ബാക്ടീരിയ ആൻഡ് ഫുഡ് പാർട്ടിക്കിൾസ്. ബാക്ടീരിയ ഇല്ല, ഫുഡ് പാർട്ടിക്കിൾ ഇല്ല ആക്ച്വലി. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇനി അഥവാ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്താൽ അതിന് നമ്മുടെ ടൂത്ത് പേസ്റ്റ് എന്ത് ചെയ്തോളും? ന്യൂട്രലൈസ് ചെയ്തോളും. അങ്ങനെ ഇറ്റ് വിൽ കീപ്സ് ദ pH ബാലൻസ്ഡ് ആൻഡ് ദ ടീത്ത് സ്ട്രോങ്. അപ്പോൾ ഇന്ന് മുതൽ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. നിങ്ങൾ ഓർക്കുക, ബ്രഷ് ചെയ്യുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും ഫുഡ് കഴിച്ച് കഴിയുമ്പോഴൊക്കെ ഓർക്കുക, ഈ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് കെയർഫുൾ ആയാൽ നമ്മുടെ പല്ല് കുറേ നാളിങ്ങനെ നല്ല വെട്ടിത്തിളങ്ങി അടിപൊളിയായിട്ട് നിന്നോളും. ഓക്കെ, അപ്പം മക്കളെ സെറ്റ് അല്ലേ? ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനിയും വരും. അപ്പം ഇത് നിങ്ങൾ ഒന്ന് ചെയ്യുക, എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും കമൻസ് ഒക്കെ ഇടുക. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പല്ല് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പല്ലും അടിപൊളിയാകണം. അപ്പോൾ അവർ ഈ സയൻസ് ഒന്ന് അറിഞ്ഞോട്ടെ. സയൻസ് അറിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും എന്ത് ചെയ്യാൻ? ബ്രഷ് ചെയ്യാനും നിങ്ങളുടെ ടീത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതുപോലെയുള്ള ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.